ഇനി ഷില്ലർ ചോദിച്ച ചോദ്യത്തിലേക്ക് വരാം. അത് ഈ ധനസ്ഥിതിയെക്കുറിച്ചാണ്. യഥാർത്ഥത്തിൽ അവിടെയും ഈ പറഞ്ഞ പ്രത്യേകതയുണ്ട്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ഡെവല്യൂഷൻ തദ്ദേശ സ്ഥാപനങ്ങൾ കൊടുക്കുന്നത് കേരളമാണ്. മറ്റൊരു സംസ്ഥാനവും കേരളത്തിൻ്റെ അടുത്തെത്തില്ല. അപ്പോൾ അത് നമ്മൾ കാലങ്ങളായിട്ട് തുടരുന്ന അധികാര വികേന്ദ്രീകരണത്തോടുള്ള നമ്മുടെ കമ്മിറ്റ്മെൻറ്റിൻ്റെ ഭാഗമായിട്ടുള്ളതാണ്. ഇപ്പോൾ ഉള്ളൊരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, ഈ കേന്ദ്രത്തിൽ നിന്ന് സംസ്ഥാനത്തിന് കിട്ടുന്ന വിഹിതം ഗണ്യമായിട്ട് കുറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്. കേന്ദ്രത്തിൽ നിന്ന് തദ്ദേശ സ്ഥാപനങ്ങൾക്കുള്ള സെൻട്രൽ ഫിനാൻസ് കമ്മീഷൻ്റെ ഗ്രാൻറ്റിലും ഈ പ്രശ്നങ്ങളുണ്ട്. ഉപാധികൾ അവസാന നിമിഷം കൊണ്ടുവരിക, ആ ഉപാധികളുടെ പേരിൽ ഗ്രാൻറ്റ് റിലീസ് ചെയ്യാതിരിക്കുക, പിടിച്ചു വയ്ക്കുക എന്നിങ്ങനെയൊക്കെയുള്ള പ്രവണതകളുണ്ട്. സംസ്ഥാന ഗവൺമെൻറ് കഴിഞ്ഞ 21 മുതൽ 0.5% വീതം എല്ലാ വർഷവും വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് വികസന ഗ്രാൻറ്റ്. 0.5% വീതം. ഈ ക്രൈസിസ് ഒക്കെ ഉണ്ടായിട്ടും ഈ കേന്ദ്രവിഹിതത്തിൽ കുറവൊക്കെ ഉണ്ടെങ്കിലും അത് തദ്ദേശ സ്ഥാപനങ്ങളുടെ മേൽ അടിച്ചേൽപ്പിച്ചില്ല എന്ന് മാത്രമല്ല, അവർക്ക് വർദ്ധിപ്പിച്ചുകൊണ്ടിരുന്നു. ഞാനൊരു കണക്ക് പറയാം. 2011-16 വരെ 29,500 കോടിയാണ് തദ്ദേശ സ്ഥാപനങ്ങൾക്ക് കൈമാറിയത്. 16-21 കൈമാറിയത് 53,000 കോടിയായിട്ട് വർദ്ധിച്ചു. 21-26 70,000 കോടിയാണ്. അപ്പോൾ ഈ കഴിഞ്ഞ 10 വർഷം കൊണ്ട് മാത്രം 1,23,000 കോടി തദ്ദേശ സ്ഥാപനങ്ങൾക്ക് കൈമാറി. ചിലപ്പോൾ കുറച്ച് കാലതാമസമൊക്കെ വന്ന് കാണും കൈമാറുന്ന. അത് ഈ പറഞ്ഞ പൊതുവായ കേരളത്തിൻ്റെ ഒരു ധന പ്രതിസന്ധി ഉണ്ടല്ലോ, അത് ചിലപ്പോൾ കാലതാമസത്തിനിടയാക്കിയിട്ടതല്ലാണ്ട് ഇത്രയും പൈസ നമ്മൾ കൊടുത്തു കഴിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇത്ര വലിയ പ്രവർത്തനങ്ങൾ തദ്ദേശ സ്ഥാപനങ്ങൾക്ക് ഏറ്റെടുക്കാൻ കഴിഞ്ഞത്. പക്ഷേ യഥാർത്ഥത്തിൽ GST വന്ന ശേഷം സംസ്ഥാന സർക്കാരുകളുടെ വരുമാനം കണ്ടെത്താനുള്ള സ്രോതസ്സുകൾ വളരെ വളരെ ശോഷിച്ചു പോവുകയും, എന്നാൽ തദ്ദേശ സ്ഥാപനങ്ങൾക്ക് ഇപ്പോഴും ധാരാളം സ്രോതസ്സുകൾ നിലനിൽക്കുകയും ചെയ്യുന്നു എന്നുള്ള ഒരു വൈരുദ്ധ്യം നമുക്ക് കാണാൻ പറ്റും. സംസ്ഥാന സർക്കാരിന് നമുക്ക് എല്ലാവർക്കും അറിയാമല്ലോ ഇപ്പോൾ പിരിക്കാവുന്ന നികുതി ഏതാണെന്നുള്ളത്. വളരെ കുറച്ചേ ഉള്ളൂ. സ്റ്റാമ്പ് ഡ്യൂട്ടി, രജിസ്ട്രേഷൻ ഫീസ്, പിന്നെ പെട്രോളിയത്തിൻ്റെ മുകളിലുള്ള വാറ്റ്, പിന്നെ മദ്യത്തിൻ്റെ നികുതി, ഇത്രയേ ഉള്ളൂ. പക്ഷേ തദ്ദേശ സ്ഥാപനങ്ങളെ സംബന്ധിച്ച് കൂടുതൽ വൈവിധ്യമാർന്ന സോഴ്സുകൾ കണ്ടെത്താൻ പറ്റും. ഇപ്പോൾ പുതിയ 7ാം ധനകാര്യ കമ്മീഷൻ തന്നെ ചില കാര്യങ്ങൾ മുന്നോട്ട് വെച്ചിട്ടുണ്ട്. ഞങ്ങളത് നേരത്തെ തന്നെ കണ്ടിട്ടുണ്ടായിരുന്നു. ഒറ്റ കാര്യം കൂടി പറഞ്ഞ് ഞാൻ ഈ ഭാഗം അവസാനിപ്പിക്കാം. K-സ്മാർട്ട് സോഫ്റ്റ്വെയർ നടപ്പാക്കുകയുണ്ടായി 2 വർഷത്തിന് മുമ്പ്. അത് സേവനങ്ങളുടെ കാര്യത്തിൽ വളരെ വിപ്ലവകരമായ മാറ്റം ഉണ്ടാക്കി. എന്നാൽ അത് മാറ്റം ഉണ്ടാക്കിയ മറ്റൊരു മേഖല തനതു വരുമാന വർധനവിലാണ്. നികുതി നിരക്ക് വർദ്ധിപ്പിക്കാതെ തന്നെ ടാക്സ് കളക്ഷൻ്റെ എഫിഷ്യൻസി കൂട്ടാൻ പറ്റി. ഇപ്പോൾ ഒരു ഉദാഹരണം ഞാൻ പറയാം. പഞ്ചായത്തുകൾ എപ്പോഴും നന്നായിട്ട് നികുതി പിരിച്ചിരുന്നു. ഡിമാൻഡിൻ്റെ 85% ശരാശരി അവർ പിരിച്ചിരുന്നു. ഏറ്റവും മോശം കോർപ്പറേഷനുകളായിരുന്നു. ഡിമാൻഡിൻ്റെ 26% കേരളത്തിൽ കോർപ്പറേഷനുകളുടെ നികുതി പിരിവ്. അത് K-സ്മാർട്ട് വന്ന് നികുതി പിരിക്കുന്നത് ഓൺലൈൻ ആയതോടുകൂടി ഒറ്റ വർഷം കൊണ്ട് 56% കൂടി, അല്ലേ? 26-ൽ നിന്ന് 56% കൂടി. എന്ന് പറഞ്ഞാൽ ഇരട്ടിയിലധികമായിട്ട് ഒറ്റ വർഷം കൊണ്ട് വർദ്ധിച്ചു. മുനിസിപ്പാലിറ്റികളുടേത് 39% മറ്റുണ്ട്, അല്ല 50% മറ്റുണ്ടായിരുന്നത് 64-ലേക്ക് 14% വർധനവുണ്ടായി. അപ്പോൾ കൊച്ചി കോർപ്പറേഷൻ്റെ കാര്യം മാത്രം എടുത്താൽ കൊച്ചി കോർപ്പറേഷന് 118 കോടിയാണ് കുടിശ്ശിക ഉൾപ്പെടെ അധികം കണ്ടെത്താൻ കഴിഞ്ഞത്. വർഷങ്ങളായിട്ട് നികുതി കൊടുക്കാതിരുന്ന കെട്ടിടങ്ങൾ കണ്ടെത്തി ഡേറ്റ പ്യൂരിഫിക്കേഷൻ വഴി. അപ്പോൾ ഗവൺമെൻറ് സേവനങ്ങൾ ഓൺലൈൻ ആക്കിയതോടുകൂടി ഈ തനതു വരുമാന വർധനവ് ഇപ്പോൾ തന്നെ ഉണ്ടായി. ഇനിയും സാധ്യതകളുണ്ട്. പുതിയ നികുതികളൊന്നും ഇപ്പോൾ ചുമത്തിയിട്ടൊന്നുമില്ല, അതിനുള്ള സാധ്യതകളുണ്ട്.